അനക്കെന്താ ഇവിടെ പണി? ഓൻ പുരികം പൊക്കിയും താഴ്ത്തിയും ചോദിച്ചു. ഞാൻ ഇതിലൂടെ വന്നപ്പോ നമ്മളെ ചെരുപ്പിന്റെ വള്ളി പൊട്ടി, അപ്പൊ നന്നാക്കാൻ നോക്കേനി. ഇന്നലെ വാങ്ങിട്ടല്ലോ, അപ്പോഴേക്കും പൊട്ടി. എന്താ അല്ലേ? നമ്മള് വെറുതെ തട്ടി വിട്ട് കൊഞ്ഞി ചെരുപ്പ് നോക്കി. റബ്ബേ, നമ്മള് ചെരുപ്പിട്ടില്ലല്ലോ. അയ്യോ, അകത്ത് നമ്മള് ചെരുപ്പിടാറില്ലല്ലോ. റബ്ബേ, കുടുങ്ങി. എന്നാ കുഴപ്പമില്ല, ഞങ്ങള് പറഞ്ഞത് ഈ ഒളിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ഏയ്, ഞാൻ അത്രക്കാരി നഹിഹേ. നിങ്ങൾ ബോക്സിൽ കൊടുക്കുന്നതും ഈ ബോക്സിലുള്ളത് ഭാവിയിൽ ഉപകാരപ്പെടും എന്നുള്ളത് പറയുന്നതൊന്നും നമ്മള് കേട്ടില്ല. സത്യം, നമ്മള് നിഷ്കും. അതാ എനക്കും നല്ലത് എന്ന് പറഞ്ഞ് ഓൻ പോയത് നമ്മള് തിരിഞ്ഞു നിന്ന് മണ്ടാനൊരുങ്ങി. ഓനൊരു മൊയന്തായോണ്ട് വിശ്വസിച്ചു. ഇല്ലല്ലോ, ഇപ്പൊ കാണായിരുന്നു. ഡി അവിടെ നിന്നേ എന്ന് പറഞ്ഞ് അജു ബാക്കിൽ നിന്ന് കൈ കൊട്ടി. കടവുളെ തീർന്ന്. ഓനക്കൊക്കെ മനസ്സിലായി കാണും. നമ്മൾ നല്ലോണം ഒന്ന് വിളിച്ചിട്ട് ഓനോട് എന്താ എന്ന് ചോദിച്ചു. എന്നെ പറ്റിക്കാൻ നിൽക്കണ്ട, സോറി, നമ്മളെ പറ്റിച്ചതാണ് ചെരുപ്പ് കമ്പനിക്കാരെ. അതുകൊണ്ട് ഇനി വാങ്ങുമ്പോൾ നല്ല ഉറപ്പുള്ള ചെരുപ്പ് നോക്കി വാങ്ങിക്കോണ്ടിട്ടോ എന്ന് പറഞ്ഞ് അജു പോയത്. നമ്മളെ കിളിയും ഓലെ മക്കളും ഒക്കെ പറന്നു പോയി. ലാസ്റ്റ് ഓലെ കൈയും കാലൊക്കെ പിടിച്ചിട്ടാ തിരികെ വന്നത്. എന്താലേ, ഓൻ പോയത് നമ്മളെ ഡോറിന്റെ അടുത്ത് നിന്ന് റൂമിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി. ബോക്സ് ബെഡിലുണ്ട്. ആ കോപ്പ് അതിൻ്റെ അടുത്ത് നിന്ന് ഫോണിൽ തോണ്ടുന്നുണ്ട്. ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് ആ ബോക്സിലുള്ള കുന്ത്രാണ്ടം എന്താണെന്ന് അറിയാനിട്ട് ഒരു മനസ്സമാധാനം ഇല്ല. നമ്മൾ കുറേ നേരം നമ്മളെ റൂമിൻ്റെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ടു. നമ്മളെ കെട്ടിയവനാണെങ്കിലോ അവിടെ നിന്ന് ഒന്ന് അനങ്ങുന്നു പോലും ഇല്ല. കിളവൻ. നമ്മൾ വീണ്ടും റൂമിലേക്ക് എത്തി നോക്കിയപ്പോൾ ഓനവിടെ കാണാനില്ല. എവിടെ പോയി ആ രാക്ഷസൻ? ആവോ, എവിടെയെങ്കിലും പോയിക്കോട്ടെ, നമുക്കൊരു ഛേദവും ഇല്ല. നമ്മൾ അകത്ത് കയറി ബോക്സ് തുറന്ന് നോക്കിയതും കണ്ടത് അതിൽ ഒരു ഗണ്ണ്. റബ്ബേ, അജു ഗൺ കച്ചവടം തുടങ്ങിയോ? അജു എന്തിന് ഇത് ഇവൻക്ക് കൊടുത്തു? അജു എന്ത് ഉദ്ദേശത്തോടെയാണ് ഇത് നിനക്ക് ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞത്? ഇനി നമ്മളെങ്ങാനും തട്ടാനാണാവോ? റബ്ബേ, പെട്ടെന്നാണ് ആരോ ഡോർ ക്ലോസ് ചെയ്തത്. റബ്ബേ, റിബു, അപ്പൊ ഇതല്ലേ എനക്ക് പരിപാടി? ഈ കുറെ നേരം ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടത്. നമ്മളൊന്ന് മാറി നിന്നപ്പോഴേക്ക് ഈ ബോക്സ് നോക്കാൻ വന്നതായിരുന്നു അല്ലേ? അന്നോട് ഞാൻ പറഞ്ഞേക്ക് എന്റെ സാധനത്തിന്മേ തുടർത്ത് എന്ന്. എന്നിട്ട് ഇപ്പൊ എന്താ ഈ കാണിച്ചേ? ആ ബോക്സ് അവിടെ വെക്കടി, അന്നുണ്ടല്ലോ. ഓൻ നമ്മളെ അടുത്തേക്ക് പാഞ്ഞു വന്നത് നമ്മളെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ അലറി. ഇനി ഇവിടെ നിന്ന് ഒരടി മുന്നോട്ട് വെച്ചോണ്ടല്ലോ, ഐ വിൽ കിൽ യു. നമ്മളെ ഗണ്ണ് ചൂണ്ടി ഓനോട് പറഞ്ഞ്. ഓനൊരു കൂസലും ഇല്ലാതെ നമ്മളെ അടുത്തേക്ക് നടന്നു വന്നത്. നമ്മൾ രണ്ടും കൽപ്പിച്ച് ഷൂട്ട് വെക്കാൻ റെഡിയായി നിന്ന്. പഠിച്ചോനെ, ആദ്യമായിട്ടായി പണിക്ക് ഇറങ്ങുന്നേ. മിന്നിച്ചേക്കണേ. അപ്പൊ വെക്കാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ടിഷ്യൂ. ഒച്ച ഒന്നും കേൾക്കുന്നില്ലല്ലോ. വടിയായി പോയോ? നമ്മൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോ കാണുന്നത് കയ്യും കെട്ടി പുഞ്ചിരിച്ചോണ്ട് നിൽക്കുന്ന റിബോനെയാണ്. പയ്യൻ ചത്തില്ലേ? ഇനിയിപ്പോ ഇതിലുണ്ടല്ലേ? നമ്മൾ വെറുതെ ഷൂട്ട് ചെയ്തപ്പോ ഗണ്ണിൽ നിന്ന് ബബിൾസ് പറക്കുന്നു. അയ്യേ, ബബിൾസ് ഗണ്ണായിനോ? നമ്മൾ ഇഞ്ചി കടിച്ച മങ്കിനെ പോലെ ഓനെ നോക്കിയത്. ചെക്കൻ ഒരൊറ്റ ചിരിയായിന്. ഓൻ തലങ്ങും വിലങ്ങും ഒക്കെ കുത്തിരുന്ന് ചിരിക്കുക. ബലാല്, എന്താ അവൻ്റെ ചിരി? ഇവിടെ എന്നും പിച്ചെടുക്കാൻ വരുന്ന ആക്രിക്കാരൻ്റെ ലുക്കുണ്ട്. അയ്യോ, ചിരിക്കു മക്കളെ. എന്താടാ ഉവ്വേ ഇങ്ങനെ കുത്തിരുന്ന് ചിരിക്കുന്നേ? എൻ്റെ കുഞ്ഞമ്മ പെറ്റോ? ഞാൻ ചിരിച്ചാൽ അനക്കെന്താടി കൂടെ? ഈ അല്ലല്ലോ ചിരിക്കുന്നേ, ഞാനല്ലേ. ഹലോ, മുതലോട്ടല്ലേ? ഇത് ഞാനാ ദിലു. അതന്നെ, നമ്മളെ മറന്നിട്ടില്ലല്ലേ? നമ്മളെ കെട്ടിയവന് പിരാന്തലകി. ഒന്ന് വേഗം വന്നാ ഇപ്പൊ തന്നെ കൊണ്ടുപോകാം. നിങ്ങൾ ഇറങ്ങിയെന്നോ? സബാഷ്, എന്നാ വേഗം വരി. ഓക്കെ. നമ്മൾ വെറുതെ ഫോൺ വിളിച്ചു പറഞ്ഞ് ഓനെ വട്ടാക്കാം, ജസ്റ്റ് ഫോർ എ രസം. ഇറങ്ങി പോടി റൂമിന്ന്. ഓനൊരൊറ്റ അലറലേനി. പിന്നെ ഈ പറയുമ്പോൾ ഇറങ്ങാൻ ഇത് എൻ്റെ മാത്രം റൂമല്ല കേട്ടോ മിസ്റ്റർ മുബാറക് മിഹാൻ, ഇത് എൻ്റേത് കൂടിയാ. അനക്കെന്നെ ശരിക്കും അറിയില്ല. ഉമ്മാ, ഇവൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. പിച്ചക്കാർ, എൻ്റെ ഗണ്ണിങ് താടാ നാറി. ഈ ഗണ്ണ് മാണം. ഉമ്മ, ഇന്ന് കൊബേ പോയി പുഴുങ്ങി തിന്ന് അവൻ്റെ ഗണ്ണ്. ഓൻ നമുക്ക് ഗണ്ണ് ഇറങ്ങി തന്ന്. ഓൻക്കൊരു ഫ്ലൈങ് കിസും കൊടുത്ത് താഴോട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ട് മീന് സ്റ്റെയർ കയറി വരുന്നു. ഓളെ നേരെ ഗണ്ണ് കിട്ടിയതും പെണ്ണൊരു ഒറ്റ കരച്ചിലായിരുന്നു. ഇതിൽ ഉമ്മളെ കൊല്ലല്ലേ, ഉമ്മക്ക് അജുവിനെ കെട്ടി ജീവിച്ച് അവൻ്റെ കുട്ടികളെ തള്ളാകണം. നീ എന്നെ കൊല്ലല്ലേ. നീ ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഫസ്റ്റ് കുട്ടീൻ്റെ പേര് നിജു എന്നും സെക്കൻഡ് റിജു എന്നും തേർഡ് പജ്ജ എന്നും ഒക്കെ തീരുമാനിച്ചു വെച്ചത്. ഈ തകർക്കല്ലേ എന്നവള് കണ്ണും പൂട്ടി പറഞ്ഞത്. നമ്മള് ഷോക്കായി. ഇതൊക്കെ എപ്പോ എന്ന ഭാവത്ത് നിന്ന് ഡേ എന്ന് നമ്മൾ അലറിയതും ഓള് ഞെട്ടി. ഈ കേട്ടോ എന്ന് നമ്മളോട് ചോദിച്ചു. നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ പെണ്ണ് ആരോടും പറയരുത് പ്ലീസ്, കാല് പിടിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓളോട് നിങ്ങളെ ലവ് സ്റ്റോറി പറഞ്ഞു തരാൻ പറഞ്ഞു. ഇല്ല, കാല് പിടിക്കണം എന്ന ഡിമാൻഡും വെച്ച്. എന്നാലും അജു നിങ്ങളോട് ഇത് പറഞ്ഞില്ലല്ലോ. ഷടാ, അതിനെനിക്ക് ലവ് സ്റ്റോറി ഇല്ലല്ലോ, ഇത് വൺ സൈഡ് ലവാ. ഓൻക്കറിയില്ല നമ്മൾ ലവ് ചെയ്യുന്നത് എന്ന് ഓളെ ഇളിച്ചോണ്ട് പറഞ്ഞത്. നമ്മളെ കിളി പോയി. എങ്ങനെയുള്ള കൊച്ചായിരുന്നു. അപ്പൊ ലവ് സ്റ്റോറി ഇല്ലാത്തോണ്ട് കാല് പിടിക്കേ.
നമ്മൾ കൽപ്പിച്ച് ഐ ആം റെഡി എന്ന് പറഞ്ഞില്ല അവള് നമ്മളെ കാല് പിടിച്ച് നമ്മൾ ഒരൊറ്റ മറിച്ചിടലൈനെ. അല്ലാ നമ്മളിതാ പോണ്, എനിക്കുള്ള പണി നമ്മൾ തരാടി കോപ്പേ. ഇന്ന് രാവിലെ മുതലേ പടച്ചോനെ നമ്മക്ക് വീയലും തല്ലുവാങ്ങലും തന്നെ ആണല്ലോ പണി. അതാ മക്കളെ അജു പോണ്, പിടിക്കോനെ. ഡാ അജു അവിടെ നിക്കടാ. സത്യം പറഞ്ഞു ഈ എന്തുദ്ദേശത്തില്ല റിബുനോട് ഈ ഗൺ ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞത്? നമ്മൾ പുരികം പൊക്കിയും താഴ്ത്തിയും ചോദിച്ചു. അതോ അതില്ലേ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടിക്ക് വാങ്ങി തന്നതാ. നിങ്ങൾക്ക് കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ ചിലപ്പോൾ പ്രൈം മിനിസ്റ്റർ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടിക്ക് ടോയ്സ് വാങ്ങാനൊന്നും ആകില്ല, ബിക്കോസ് ഐ ആം വെരി ബിസി. അതുകൊണ്ട് ഇപ്പൊ തന്നെ വാങ്ങിയത്. ശരിക്കും ഈ കണ്ണ അനക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തരേണ്ടത്. നമ്മളോട് ഈ കുട്ടിയാണെന്നുള്ള കാര്യം മറന്നുപോയി. സാറല്ല മാൻ, ഇനി മറക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞ് നമ്മൾ അവന്റെ തോള് തട്ടി. എല്ലാരും വരി, ഇന്ന് 10 മണിക്ക് ഹൊറർ മൂവി അരമനയുണ്ട്, നമുക്ക് പൊളിക്കണം. ഷാദി ഒന്ന് പോടാപ്പ, അത് കണ്ടിട്ട് വേണം ദിവസം ഫുള്ള് പോകാൻ. പോയി കടന്ന് സച്ചു ഈ പോടി അവിടുന്ന്, ഞങ്ങൾ കാണും. ഇച്ചുമാണെങ്കിൽ റൂമിൽ പോയി ഒറ്റയ്ക്ക് കുത്തിരുന്നോ. ഞങ്ങളോട് ടിവിയിലെ പ്രേതം ചോദിക്കും ഒരാൾ കുറവുണ്ടല്ലോ, ആരാ അതെന്ന്. അപ്പൊ ഞങ്ങൾ ഒരു സച്ചു ആണെന്ന് ജിലു. ബാക്കി ഞാൻ പറയാ. അപ്പൊ പ്രേതം പറയും ഞാനൊന്നോളെ റൂം വരെ പോയിട്ട് വരാന്ന്. അങ്ങനെ പ്രേതം എൻ്റെ റൂമിൽ കയറി അന്നെ അടിമുട്ടി ഒന്ന് നോക്കും. എന്നിട്ട് രക്തം ഒലിക്കുന്ന പല്ലുകൊണ്ട് എൻ്റെ കഴുത്തിൽ ആഞ്ഞ് കടിക്കും. ചോര കുടിച്ചിട്ടും മതിയാകാതെ പ്രേതം